ഹായ് മക്കളെ, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിന് വന്ന കെമിസ്ട്രി പാർട്ടിലെ ചോദ്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ചും ആദ്യത്തെ 2-3 ചാപ്റ്റേഴ്സ്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം അതിൻ്റെ ചോദ്യങ്ങൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്ററിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൈറ്റ്. ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, രണ്ടാമത്തേത് സ്ട്രക്ചർ ഓഫ് ആറ്റം, മൂന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, 4 കെമിക്കൽ ബോണ്ടിങ്. ഈ 4 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, റൈറ്റ്. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഓഫ് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ്? വാട്ട് ഈസ് ദ മാസ് ഓഫ് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ്? ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ് അറിയാമെന്ന് വിചാരിക്കുന്നു. H2CO4.2H2O. ഇതാണ് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ്. പ്രസന്റ് ഇൻ 50 ml ഓഫ് 0.02 നോർമൽ അക്വസ് ഓക്സാലിക് ആസിഡ്. സാധാരണ ഈ നോർമാലിറ്റി ചോദിക്കാറില്ലാത്തതാണ്, പക്ഷെ ഒരു ചോദ്യം അങ്ങനെ വന്നിരിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദിസ് ഈസ് എ ഡൈബേസിക് ആസിഡ് അല്ലേ. ഇതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ്, ഇറ്റ് ഈസ് എ ഡൈബേസിക് ആസിഡ്. ഫോർ എ ഡൈബേസിക് ആസിഡ് നോർമാലിറ്റി മൊളാരിറ്റി റിലേഷൻ നമുക്ക് അറിയുന്നതാണ് അല്ലേ. മൊളാരിറ്റി എക്സ് എന്നാണെങ്കിൽ നോർമാലിറ്റി വിൽ ബി 2x ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ മൊളാരിറ്റിയിൽ ചെയ്യാൻ അറിയുന്നവർക്ക് അതിൽ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. 0.02 നോർമൽ എന്ന് പറഞ്ഞാൽ 0.02 നോർമൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി 0.01 മോളാർ എന്ന് മനസ്സിലാക്കുക കേട്ടോ. 0.01 മോളാർ എന്ന് മനസ്സിലാക്കുക. മൊളാരിറ്റി എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും നോർമാലിറ്റി. എന്ന് വെച്ചാൽ നോർമാലിറ്റി എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും മൊളാരിറ്റി വരിക. നോർമാലിറ്റി വന്നിരിക്കുന്നത് 0.02 ആണ്. സ്വാഭാവികമായിട്ടും മൊളാരിറ്റി വരുന്നത് എത്രയായിരിക്കും? അതിൻ്റെ പകുതി ആയിരിക്കും. ഇതുകൊണ്ടോ ഇത് ഓർത്ത് വെച്ചാൽ മതി. മൊളാരിറ്റി എക്സ് എന്നാണെങ്കിൽ നോർമാലിറ്റി 2x എന്നായിരിക്കും. മൊളാരിറ്റി എക്സ് എന്നാണെങ്കിൽ നോർമാലിറ്റി nx എന്നായിരിക്കും. വേർ n ഈസ് ദ n ഫാക്ടർ. എലമെന്റ്സിന് n ഫാക്ടർ എന്ന് വെച്ചാൽ വാലൻസി ആണ്. ആസിഡ്സിന് n ഫാക്ടർ എന്ന് വെച്ചാൽ ബേസിസിറ്റി ആണ്. ബേസിസിന് n ഫാക്ടർ എന്ന് പറയുന്നത് അസിഡിസിറ്റി ആണ്. അറിയാമല്ലോ അല്ലേ. റിഡോക്സ് റിയാക്ഷനിലെ n ഫാക്ടർ നല്ല പരിചയമുള്ളതാണ്. ഇലക്ട്രോൺസ് ഗിവൺ ഓർ ഇലക്ട്രോൺസ് അക്സെപ്റ്റഡ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് n ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മൊളാരിറ്റി എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നോർമാലിറ്റി n×x ആയിരിക്കും. അല്ല, നോർമാലിറ്റി എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മൊളാരിറ്റി x/n ആയിരിക്കും. ഇവിടെ നോർമാലിറ്റി 0.02 ആണ്. ഓക്സാലിക് ആസിഡ് ഡൈബേസിക് ആസിഡ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ മൊളാരിറ്റി എക്സ് എന്ന് തന്നാൽ നോർമാലിറ്റി 2x എന്ന് എടുക്കണം. നോർമാലിറ്റി എക്സ് എന്ന് തന്നാൽ മൊളാരിറ്റി x/2 എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ നോർമാലിറ്റി 0.02 എന്നാണ്. അപ്പോൾ മൊളാരിറ്റി 0.01 എന്ന് എടുക്കാം. നമുക്ക് കാണേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ മാസ് ഓഫ് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ് പ്രസന്റ് ഇൻ 50 ml 0.02 നോർമൽ എന്ന് വെച്ചാൽ 0.01 മോളാർ അല്ലേ. So find the number of moles. Number of moles is equal to molarity into volume in liter. Molarity എത്രയാണ്? 0.01. Volume in liter എത്രയാണ്? 50 into 10⁻³ ഇത്രയും മോൾസ് ആണ് കേട്ടോ. ഇത്രയും മോൾസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസാണ്. അപ്പോൾ ഇൻറ്റു മോളാർ മാസ്. സോ മാസ് വിൽ ബി നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് അല്ലേ. അപ്പോൾ 0.01 ഇൻറ്റു 50 ഇൻറ്റു 10⁻³ ഇൻറ്റു മോളാർ മാസ് 126 അല്ലേ. ഇത്രയും ഗ്രാംസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും ഗ്രാംസ് ആണ്. പക്ഷെ ആൻസർ തന്നിരിക്കുന്ന എല്ലാം മില്ലിഗ്രാംസിലാണ്. ശ്രദ്ധിച്ചോ, ആൻസർ എല്ലാം തന്നിരിക്കുന്നത് മില്ലിഗ്രാംസിലാണ്. അപ്പോൾ നമുക്കിതിനെ മില്ലിഗ്രാംസിലേക്ക് മാറ്റാം. 0.01 ഇൻറ്റു 50 ഇൻറ്റു
10⁻³ ഇൻറ്റു 126 ഇൻറ്റു 10⁻³ മില്ലിഗ്രാമായി അല്ലേ? കഴിഞ്ഞു. ഇതും ക്യാൻസലായി. പിന്നെ 50 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 0.1 ആവും. അത് ഇതിൽ കട്ട് ചെയ്താൽ 12.6 ആവും അല്ലേ? അപ്പോൾ 12.6 ഇൻറ്റു 5 ചെയ്താൽ എന്ത് വരും? 15 60 എന്ന് പറയുമ്പോൾ 63 അല്ലേ? ഓപ്ഷൻ എ എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ 63 മില്ലിഗ്രാം എന്ന് ഉത്തരം കിട്ടും. റൈറ്റ്? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. നോർമാലിറ്റി 0.02 ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് മൊളാരിറ്റി, അതിൻ്റെ പകുതി 0.01. നൗ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോള്യൂം ഇൻ ലിറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാസ് എത്ര എന്നാണ് ചോദ്യം. മാസ് കാണാൻ എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് കാണണം. നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് ചെയ്യാം? മൊളാരിറ്റി ഇൻറ്റു വോള്യൂം ഇൻ ലിറ്റർ. മൊളാരിറ്റി ഇൻറ്റു വോള്യൂം ഇൻ ലിറ്റർ, അത്രയും നമ്പർ ഓഫ് മോൾസ്. മാസ് കാണാൻ ഇൻറ്റു മോളാർ മാസ്. സോ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു വോള്യൂം ഇൻ ലിറ്റർ ഇൻറ്റു മോളാർ മാസ്. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഗ്രാമിലാണ് കിട്ടും. ഗ്രാമിലാണ്. ആൻസർ എല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് മില്ലിഗ്രാമിലാണ്. അപ്പോൾ ഒരു 1000 ചെയ്താൽ ഈ 10⁻³ ക്യാൻസൽ ആവും. വർക്കൗട്ട് ചെയ്യുമ്പോൾ 63 മില്ലിഗ്രാം എന്ന് ലഭിക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യം കിട്ടും. രണ്ടാമത്തെ ചോദ്യം. ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ടെക്നീഷ്യം 43, ടെക്നീഷ്യം 43. ടെക്നീഷ്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തു വച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഈ 43 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാലും കണ്ടുപിടിക്കാം. 43യുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് അങ്ങോട്ട് എഴുതുക. 1s2 2s2 2p6 3s2 3p6 4s2 3d10 5p6 അങ്ങനെ അങ്ങ് എഴുതി പോവുക. അങ്ങനെ എഴുതിപ്പോയി കണ്ടുപിടിക്കാം. അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. ടെക്നീഷ്യം മാംഗനീസിൻ്റെ താഴെ വരുന്ന ആളാണ്. മനസ്സിലായില്ലേ? മാംഗനീസിൻ്റെ താഴെ വരുന്ന ആളാണ്. അപ്പോൾ ഇത് നോക്കിയ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. 4ഉം 3ഉം 7ാമത്തെ ഗ്രൂപ്പാണ്. എൻ്റെ അറ്റോമിക് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. 7ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മാംഗനീസ് വരുന്ന ഗ്രൂപ്പാണ്. മാംഗനീസ് വരുന്ന ഗ്രൂപ്പിൽ കോൺഫിഗറേഷൻ എല്ലാവരും അറിയുന്നു വിചാരിക്കുന്നു. D5s2 എന്നാണ്. D5s2 എന്നാണ്. ആൻഡ് ടെക്നീഷ്യം വരുന്നത് 2ാമത്തെ സീരീസിലാണ്, 4D സീരീസിലാണ്. അപ്പോൾ 4D5 5s2 എന്ന് വരുന്ന ചോയ്സാണ് ആൻസർ ആയിട്ട് വരിക. 4D5 5s2 എന്ന് വരുന്നത് ഇതാണ് കേട്ടോ. 4D5 5s2. ആൻസർ ഈസ് ഓപ്ഷൻ സി. അല്ലെങ്കിലോ 43 ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ എഴുതി പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്റ്റീരിയോ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ പ്രൊഫഷണലി അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സീരീസ് ആണെങ്കിലും സെക്കൻഡ് സീരീസ് ആണെങ്കിലും അവരുടെ അറ്റോമിക് നമ്പറിൻ്റെ ഡിജിറ്റ് ആഡ് ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഗ്രൂപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ടാവാം. അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക D5s2 ഓപ്ഷൻ സിയിലാണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. What is the mass of water formed when 1.6 gram methane gas completely burned in excess of oxygen? മീത്തേൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ അറിയാമല്ലോ അല്ലേ? CH4 പ്ലസ് ഓക്സിജൻ യു ഗെറ്റ് CO2 പ്ലസ് H2O. 4 ഒരു കാർബൺ, അപ്പോൾ ഒരു കാർബൺ, 4 ഹൈഡ്രജൻ, അപ്പോൾ 2 വാട്ടർ, 2 4 ഓക്സിജൻ, അപ്പോൾ 2 O2 അല്ലേ? ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. നോക്കൂ, ഇത് 1 മോൾ കമ്പസ്റ്റൻ നടന്നാൽ ഇവിടെ നമുക്ക് 2 മോൾ വാട്ടർ ലഭിക്കും. എന്ന് വെച്ചാൽ ഇത് 16 ഗ്രാം, ഇതിൻ്റെ മോളാർ മാസ് 16 ആണ്. 16 ഗ്രാം കമ്പസ്റ്റൻ നടന്നാൽ ഇവിടെ 2 × 18 ഗ്രാം വാട്ടർ ലഭിക്കും. നമ്മൾ എടുക്കുന്നത് 1.6 ഗ്രാമാണ്. 1.6 ഗ്രാമാണ്. അപ്പോൾ 1.6 ഗ്രാമിൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. സോ ഇറ്റ് വിൽ ബി 2 × 80 എന്ന് പറയുമ്പോൾ 36 ഗ്രാമാണ്. അപ്പോൾ 3.6 ഗ്രാം ആയിരിക്കും ഉത്തരം വരിക. ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. 3.6 എന്ന ആൻസർ ലഭിക്കും അല്ലേ? 3.6 എന്ന ആൻസർ കിട്ടും കേട്ടോ. ഒരിക്കൽ കൂടെ പറയാം. 1 മോൾ മീത്തൈൻ വിൽ പ്രൊഡ്യൂസ് 2 മോൾ വാട്ടർ.
അത് ഓർത്തു വയ്ക്കാൻ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലടാ. ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയാൽ മതി. ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയാൽ മതി. നോക്കുക 4 ഹൈഡ്രജൻ, അപ്പോൾ 2 വാട്ടർ കിട്ടും. അപ്പോൾ 1 മോൾ 2 വാട്ടർ അല്ലേ. അപ്പോൾ 16 മീഥേൻ്റെ മോളാർ മാസ് 12ഉം 4ഉം 16ആണ്. 16 ഗ്രാമിന് 2 വാട്ടർ എന്ന് വെച്ചാൽ 2 × 18. വാട്ടറിൻ്റെ മോളാർ മാസ് H2O, രണ്ടും H2O ഇവിടെ 16, 16ഉം 2ഉം 18ആണ് അതിൻ്റെ മോളാർ മാസ് വരിക. അപ്പോൾ 2 മോൾ എന്ന് പറയുമ്പോൾ 36 ഗ്രാം. അപ്പോൾ 16 ഗ്രാമിന് 36 ഗ്രാം, 1.6 ഗ്രാമിന് 3.6 ഗ്രാം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഫൈൻ. അടുത്തത് number of angular and radial nodes present in 4d orbitals are respectively. എങ്ങനെയാണ് ആംഗുലാർ നോഡും റേഡിയൽ നോഡും കണ്ടുപിടിക്കുക? ആംഗുലാർ നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനാർ നോഡ് എന്ന് പറയും. ആംഗുലാർ നോഡ് അഥവാ പ്ലാനാർ നോഡ് എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ വാല്യൂ അല്ലേ. റേഡിയൽ നോഡ് എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? റേഡിയൽ നോഡ് n-l-1 പഠിപ്പിച്ചിട്ടില്ലേ? റേഡിയൽ നോഡ് കാണാൻ n-l-1, ആംഗുലാർ നോഡ് കാണാൻ എൽ വാല്യൂ. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് 4d ഓർബിറ്റലാണ്. സോ n-l-1, n-l-1, 4 - 2 - 1. ഡി ഓർബിറ്റലിൻ്റെ എൽ വാല്യൂ അറിയാലോ അല്ലേ? ഡി ഓർബിറ്റലിൻ്റെ എൽ വാല്യൂ 2 ആണ്. സോ ഇറ്റ് ഈസ് 4 - 2 - 1, അപ്പോൾ 1 എന്ന് കിട്ടും. റേഡിയൽ നോഡ് 1 ആണ് കിട്ടും. ഇനി ആംഗുലാർ നോഡ് എന്ന് പറയുന്നത്, പ്ലാനാർ നോഡ് എന്ന് പറയുന്നത് എൽ വാല്യൂ ആണ്. ഡി ഓർബിറ്റലിൻ്റെ എൽ വാല്യൂ 2 ആണ്. അപ്പോൾ ആംഗുലാർ നോഡ് 2, റേഡിയൽ നോഡ് 1. സോ ദി ആൻസർ ഈസ് ഫസ്റ്റ് ചോയ്സ് അല്ലേ. ആൻസർ ഈസ് ഫസ്റ്റ് ചോയ്സ് 2 and 1. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. റേഡിയൽ നോഡ് കാണാൻ എന്ത് ചെയ്യണം? n-l-1. ആംഗുലാർ നോഡ് കാണാൻ എൽ വാല്യൂ. സോ അത് മറന്നു പോകരുത്. റേഡിയൽ നോഡ് അഥവാ സ്പെറിക്കൽ നോഡ് ഈക്വൽ ടു n-l-1. ആംഗുലാർ നോഡ് അഥവാ പ്ലാനാർ നോഡ് അല്ലെങ്കിൽ നോഡൽ പ്ലെയിൻ എന്ന് പറയും. നോഡൽ പ്ലെയിൻ that will be equal to L value, and total number of nodes equal to n-l-1 plus L, that is n-1 total node. മറക്കരുത് ഫോർമുല കേട്ടോ. ഓക്കെ, അടുത്തത്. Which of the following isoelectronic species has smallest radius എന്നാണ് ചോദ്യം. ഇത് തന്നിരിക്കുന്ന എല്ലാവരും ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഹാവിങ് 10 ഇലക്ട്രോൺസ്. ഐസോഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഒരേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വരുന്ന ആൾക്കാരെയാണ് ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുക. ഈ തന്നിരിക്കുന്ന 5 പേരിലും 10 ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളത്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ സൈസ് എങ്ങനെയാണ് പറയുക? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ദ വൺ വിത്ത് ഹൈ നെഗറ്റീവ് ചാർജ് ഈസ് ലാർജസ്റ്റ് ഇൻ സൈസ് ആൻഡ് ദ വൺ വിത്ത് ഹൈ പോസിറ്റീവ് ചാർജ് ഈസ് സ്മോളസ്റ്റ് ഇൻ സൈസ്. അപ്പോൾ ഏറ്റവും ഹൈ പോസിറ്റീവ് ചാർജ് വരുന്ന ആൾ ആരാണോ അയാൾക്ക് സൈസ് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ വരുന്ന പ്രോട്ടോൺസിൻ്റെ എണ്ണം 12 ആണ്. ഇവിടെ വരുന്ന പ്രോട്ടോൺസിൻ്റെ എണ്ണം 9 ആണ്. ഇവിടെ വരുന്ന പ്രോട്ടോൺസിൻ്റെ എണ്ണം 11 ആണ്. ഇതിൽ വരുന്ന പ്രോട്ടോൺസിൻ്റെ എണ്ണം 8 ആണ്. ഇതിൽ വരുന്ന പ്രോട്ടോൺസിൻ്റെ എണ്ണം 13 ആണ്. ആൻഡ് ഹിയർ യു ഹാവ് ഹയ്യസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഹയ്യസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് വരുന്നത് അലുമിനിയത്തിലാണ്. എന്ന് വെച്ചാൽ ഹൈ ന്യൂക്ലിയർ ചാർജ് ഉള്ളത് അലുമിനിയത്തിലാണ്. എന്ന് വെച്ചാൽ സൈസ് കുറവ് അലുമിനിയം 3+ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഹൈ പോസിറ്റീവ് ചാർജ് വരുന്ന കാറ്റയോൺസിലായിരിക്കും സൈസ് മിനിമം വരിക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് റേഡിയസ് എന്നാണ് ചോദ്യം. സ്മോളസ്റ്റ് റേഡിയസ് ആര് എന്നാണ് ചോദ്യം. ദ വൺ വിത്ത് ഹൈ പോസിറ്റീവ് ചാർജ്. എന്തുകൊണ്ടാണ്? ഇവരിലെല്ലാം ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആടാ. ഇവരിലെല്ലാം ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആണ്, 10 ആണ്. ഈ 10 ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തിൽ അവരെ ഗവേൺ ചെയ്യുന്നത് ഇവിടെ 12 പ്രോട്ടോൺ, 9 പ്രോട്ടോൺ, 11 പ്രോട്ടോൺ, 8 പ്രോട്ടോൺ, ആൻഡ് ദിസ് ഈസ് ദി ആൻസർ. 13 protons govern that 10 electron system, and the size will be minimum. And what will be the order of size?
സൈസിൻ്റെ ഓർഡർ ആണ് ചോദ്യമെങ്കിൽ എങ്ങനെ നമ്മൾ ആൻസർ പറയും? അലുമിനിയം 3+ മിനിമം അല്ലേ. രണ്ടാം സ്ഥാനത്ത് ആരാ മക്കളെ വരിക? മഗ്നീഷ്യം അല്ലടാ വരിക, Mg2+ രണ്ടാം സ്ഥാനത്ത് വരും കേട്ടോ. അത് കഴിഞ്ഞാൽ ആരാ വരിക? സോഡിയം അല്ലേ, സോഡിയം വരും അടുത്തത്, സോഡിയം പ്ലസ്. അടുത്തതാരാ? സോഡിയം കഴിഞ്ഞാൽ പിന്നെ F- ആണ് കേട്ടോ, F- ആണ്. ആൻഡ് മാക്സിമം വിൽ ബി O2-. സോ ഹയർ ദ, ഇപ്പൊ മാക്സിമം സൈസ് ആരാണ് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ O2- ഉത്തരം വന്നേനെ. ഓർഡർ ആണ് ചോദിച്ചിരുന്നുവെങ്കിൽ ഇതാണ് കറക്റ്റ് ഓർഡർ വരേണ്ടത്. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഹാസ് ഹയസ്റ്റ് ഡൈപോൾ മൊമെന്റ് എന്നാണ് ചോദ്യം. ഡൈപോൾ മൊമെന്റ് ഹയസ്റ്റ്. എന്തായാലും ഇതിൽ 3 പേരെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇയാളെയും 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 കട്ട് ചെയ്യാം. കാരണം CCl4 ഡൈപോൾ മൊമെന്റ് 0 അല്ലേ മക്കളെ? CCl4 ഡൈപോൾ മൊമെന്റ് 0 ആണ്, മൊമെന്റ് ഈക്വൽ ടു 0 ആണ്. BeF2 ഡൈപോൾ മൊമെന്റ് 0 അല്ലേ? BeF2 ഡൈപോൾ മൊമെന്റ് 0 ആണ്. BF3 ഡൈപോൾ മൊമെന്റ് 0 ആണ്. അപ്പോൾ ഈ 3 പേരെ നമ്മൾ ആദ്യം തന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഈ 3 പേർക്കും ഡൈപോൾ മൊമെന്റ് 0 എന്നാണ് വരും. അപ്പോൾ അവരെ നമ്മൾ അങ്ങ് എലിമിനേറ്റ് ചെയ്തു. പിന്നുള്ളത് അമോണിയയും NF3യുമാണ്. അത് ടെക്സ്റ്റ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. കാരണം അമോണിയ NF3 ഒരു കമ്പാരിസൺ വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ. കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ ഈ ഫജാൻസ് റൂളൊക്കെ വരുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് റെഫർ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് ഡൈപോൾ മൊമെന്റ് ഓഫ് അമോണിയ വേഴ്സസ് NF3 ആണ്. ആൻഡ് ദ വാല്യൂ ഫോർ അമോണിയ ഈസ് അപ്രോക്സിമേറ്റ്ലി 5 times ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് NF3. ഇതിൻ്റെ വാല്യൂ 4.9 സംതിങ് ഇൻറ്റു 10⁻³ കൂളോമീറ്റർ വരുമ്പോൾ മറ്റേതിൻ്റെ വാല്യൂ 0.9 0.8 ആണ് വരുന്നത്. ഏകദേശം 5 മടങ്ങ് വ്യത്യാസം ഇവർ രണ്ടുപേരുടെയും ഡൈപോൾ മൊമെന്റിൽ കാണാൻ സാധിക്കും. ആൻഡ് ഈവൻ സം ഓഫ് യു മേ ബി റിമെമ്പറിംഗ് ദ റീസൺ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡൈപോൾസ്. ഡൈപോൾസിൻ്റെ ഡയറക്ഷൻ ആണ് വിഷയം. A lone pair dipole is always away from the central atom, while here nitrogen is more electronegative. ഇങ്ങോട്ടേക്കാണ്. അതുപോലെ ഇവിടെ ഇങ്ങോട്ടേക്കാണ്, ഇവിടെ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ എല്ലാം യൂണി ഡയറക്ഷനിലാണ്. The dipoles are, the moments are all in same direction. അതാണ് അമോണിയയിൽ സംഭവിക്കുന്നത്. അതേസമയം NF3യിൽ കുറച്ചൊക്കെ ക്യാൻസൽ ആവൂടാ, ഓർമ്മയില്ലേ? NF3യിൽ ഫ്ലൂറിൻ ബീയിങ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്, അപ്പോഴും ലോൺ പെയറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ ബാക്കിയുള്ള NF3യുടെ ഡയറക്ഷൻ നോക്കിയാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ടല്ലേ മക്കളെ വരിക അല്ലേ? ഇങ്ങനെ വരണ്ടേടാ, ഇങ്ങനെ വരണം അല്ലേ? നോക്ക്, നൈട്രജന് ഫ്ലൂറിലേക്ക്, അപ്പോൾ ഒരെണ്ണം മുകളിലേക്കും ബാക്കി 3 താഴത്തേക്കും ഡൈവേർജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സം സോർട്ട് ഓഫ് ക്യാൻസലേഷൻ വിൽ ബി ദർ ഇൻ NF3. അത് അമോണിയയിൽ ഉണ്ടാവില്ല. അമോണിയയിൽ ആ ഡൈപോൾസ് എല്ലാം ഒരു ഡയറക്ഷണൽ ക്യാരക്ടറാണ്. മറ്റേത് ഒരു കുറച്ച് ക്യാൻസൽ ചെയ്ത് പോകുന്നത് പോലെ കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ഇൻ ദെയർ ഡാറ്റ ഓൾസോ. നമ്മുടെ ചോദ്യം എന്താണ്? ഹയസ്റ്റ് ഡൈപോൾ മൊമെന്റ് എന്നാണ്. എന്തായാലും 3 പേരെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇവർ 2 പേരെടുത്താൽ അതിൽ ആൻസർ അമോണിയ വരും അല്ലേ? അമോണിയ വിൽ ബി ദി ആൻസർ. NF3 വിൽ ബി ലെസ് ദാൻ അമോണിയ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.0500 ലിറ്റേഴ്സ് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്നവർക്ക് തന്നെ പറയാൻ സാധിക്കും. ദ സീറോസ് ബിഫോർ ദ ഡിജിറ്റ്, ഡെസിമലിൽ ഡിജിറ്റിന് മുൻപ് വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. അതേസമയം അത് കഴിഞ്ഞ് വരുന്ന വാല്യൂസ് സിഗ്നിഫിക്കൻസ് ആണ്. 1, 2, 3 ഈ 3 പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് അല്ലേ? ആൻസർ ഈസ് 3. എവിടെ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ശരിയല്ലേ? റൈറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഐസോബേർസ് ആർ ആറ്റംസ് വിത്ത് സെയിം ഐസോടോപ്സ് എന്ന് വെച്ചാൽ
ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഐസോബാർ എന്ന് വെച്ചാൽ സെയിം മാസ് നമ്പർ ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ അല്ലേ, സെയിം മാസ് നമ്പർ വരണം അല്ലേ. ഐസോബേഴ്സ് ആർ ആറ്റംസ് വിത്ത് സെയിം മാസ് നമ്പർ എന്ന് വരണം. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഒരേ മാസ് നമ്പർ വരുന്ന ഡിഫറെൻറ്റ് എലമെൻസിനെയാണ് ഐസോബാർസ് എന്ന് പറയുക. ഒരേ എലമെന്റ് ഡിഫറെൻറ്റ് മാസ് നമ്പർ വരുമ്പോൾ ഡ്യൂ ടു ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ദാറ്റ് ഈസ് കോൾഡ് ഐസോടോപ്സ്. ഐസോടോപ്സ്. സെയിം അറ്റോമിക് നമ്പർ വന്നാൽ, ഡിഫറെൻറ്റ് മാസ് നമ്പർ വന്നാൽ ഐസോടോപ്പ് എന്ന് പറയും. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നാൽ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയും. സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് വന്നാൽ ഒരേ എലമെന്റ് ആയിരിക്കും. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വന്നാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഐസോട്ടോൺസ് എന്ന് പറയും. ഐസോട്ടോൺസ് എന്ന് പറയും. സെയിം ഐസോടോപ്പിക് നമ്പർ n-p വാല്യൂ സെയിം വരിക, ന്യൂട്രോൺ മൈനസ് പ്രോട്ടോൺ വാല്യൂ സെയിം വരിക. ഐസോ ഡയാഫേഴ്സ് എന്ന് പറയും. ഐസോ ഡയാഫേഴ്സ്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യണേ. അടുത്ത ചോദ്യം. The element with atomic number 111 was first named as Unnium. What is the IUPAC name? 111 എന്ന് പറയുന്നത് 111 എന്ന് പറയുന്നത് റോഞ്ചിയം, റോഞ്ചിനിയം, റോഞ്ചനിയം, നോൺ ആഫ്റ്റർ റോഞ്ചൻ എക്സ്റേ അല്ലേ. റോഞ്ചനിയം 111. 112 വെരി പോപ്പുലർ കോപ്പർനിഷിയം, കോപ്പർനിക്കസിന്റെ പേരിൽ അറിയപ്പെടുന്ന കോപ്പർനിഷിയം 112. 111 എന്ന് പറയുന്നത് റോഞ്ചിയം. 113 നിഹോണിയം, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നിഹോണിയം, അങ്ങനെ പോകുന്നു അല്ലേ. ഇറ്റ് ഈസ് റോഞ്ചനിയം. റോഞ്ചനിയം 111. അണ്ണിയം സിസ്റ്റമാറ്റിക് നെയിം. അടുത്തത് ഒക്ടറ്റ് റൂൾ ഈസ് ഒബെയ്ഡ് ഇൻ. ഒക്ടറ്റ് റൂൾ ഈസ് ഒബെയ്ഡ് ഇൻ. ഇതിലെവിടെയാണ് ഒക്ടറ്റ് റൂള് ഒബേ ചെയ്യുന്നത്? ഇറ്റ് ഈസ് നോ ഡൗട്ട് SCl2. SCl2ൽ ഒക്ടറ്റ് റൂള് ഒബെയ്ഡ് ആണ്. SCl2. ദിസ് ഈസ് SCl2 ആൻഡ് ഈസ് ഹാവിങ് ഒക്ടറ്റ് 2, 4, 6, 8. PF5 എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്, ഓർമ്മയില്ലേ? PF5 ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ഒക്ടറ്റ്. സൂപ്പർ ഒക്ടറ്റ് എന്ന് പറയും, എക്സ്പാൻഡഡ് ഒക്ടറ്റ് എന്ന് പറയും. ഫോസ്ഫറസിന് ചുറ്റും 10 ഇലക്ട്രോൺസ് ആ ഉള്ളത് അല്ലേ. നോക്കട 2, 4, 6, 8, 10. ഒരു ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ ആണ്, അറിയാലോ. ഒരു ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 5 ബോണ്ട് ഉണ്ട്, 10 ഇലക്ട്രോൺസ് ഉണ്ട്. എക്സ്പാൻഡഡ് ഒക്ടറ്റിൽ വരുന്നതാണ്. ലിമിറ്റേഷൻസ് ടു ഒക്ടറ്റ് റൂളിൽ 1, 2, 3, 4 വെറൈറ്റി പറയുന്നുണ്ടല്ലേ. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഒരു വെറൈറ്റി, ഓഡ് ഇലക്ട്രോൺ സിസ്റ്റം ഒരു വെറൈറ്റി, എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഒരു വെറൈറ്റി. ഇങ്ങനെ 3 വെറൈറ്റി ആയിട്ടാണ് ഈ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂള് പറഞ്ഞിരിക്കുന്നത്. അതിൽ PF5 എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. SF6 എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. ദിസ് ഈസ് SF6 എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. SF6 12 ഇലക്ട്രോൺ പെയർ ആണ്. BCl3 ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. BCl3ൽ 6 ഉള്ളൂ, ഒക്ടറ്റ് ഇല്ല. അപ്പോൾ ഇത് 10 ഇലക്ട്രോൺ സിസ്റ്റമാണ്, ഇത് 12 ഇലക്ട്രോൺ സിസ്റ്റമാണ്, ഇത് 6 ഇലക്ട്രോൺ സിസ്റ്റമാണ്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. വാട്ട് അബൌട്ട് സൾഫ്യൂരിക് ആസിഡ്? സൾഫ്യൂരിക് ആസിഡ് അഗെയിൻ 12 ഇലക്ട്രോൺ സിസ്റ്റമാണ് അല്ലേ മക്കളെ. 12 ഇലക്ട്രോൺ സിസ്റ്റമാണ്. 2, 4, 6, 8, 10, 12 ഇലക്ട്രോൺ സിസ്റ്റമാണ്. 12 ഇലക്ട്രോൺ സിസ്റ്റം എക്സ്പാൻഡഡ് ഒക്ടറ്റിലാണ്. അപ്പോൾ ഇവരെല്ലാം ഔട്ട് ഓഫ് ദ പിക്ചർ ആണ്. അതിൽ ഇയാൾ മാത്രം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ബാക്കി എല്ലാവരും എക്സ്പാൻഡഡ് ഒക്ടറ്റിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ, വിച്ച് ഹാസ് ഗോട്ട് ഒക്ടറ്റ്. 2, 4, 6, 8. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ഫൈൻ, ഓക്കെ. അടുത്തത്, എ പർട്ടിക്കുലർ കളർ ഓഫ് ലൈറ്റ് ഹാസ് വേവ് ലെങ്ത് 663 നാനോമീറ്റർ. വാട്ട് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ദ ലൈറ്റ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. എനർജിയുടെ ഫോർമുല അറിയാം എന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ അതൊന്ന് പഠിക്കണം. E is equal to hν എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ എന്നാണ്. ഇവിടെ ന്യൂ തന്നിട്ടില്ല, ലാംഡയാണ് തന്നിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കാം. 6.3
63 into 10 power minus 34 into 3 into 10 raised to 8 divided by 663 into 10 power നാനോമീറ്റർ അല്ലേ, -9 meters. എല്ലാം SI സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. നൗ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6.63 into 10 power -7 എന്ന് എഴുതാം അല്ലേ. അപ്പം എന്താ കൂടെ? ഇത് കട്ട് ചെയ്ത് കളയാലോ. ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് കട്ട് ചെയ്യുമ്പോൾ 10 power -27 എന്ന് പറയും. 27 7 34. ഇത് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 10 power -19 19 8 അല്ലേ 27 അല്ലേ 19 എന്ന് വരും. സോ ദി ഐ തിങ്ക് ഓവർ സോ ഇറ്റ് ഈസ് 3 into 10 power -19 എന്ന് വരും. ആൻഡ് വി ഗെറ്റ് ദി ആൻസർ. ഇവിടെ 3 into 10 power -19. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? വളരെ ലളിതമായിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ആ ഫോർമുല അറിഞ്ഞിരിക്കണം. പിന്നെ ആ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഓരോ ചോദ്യവും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് സ്വയം അനലൈസ് ചെയ്യണം. ഒരു ചോദ്യം ചെയ്ത് തെറ്റുമ്പോൾ അനലൈസ് ചെയ്യുക. എന്ത് കാരണം കൊണ്ടാണ് ആ ചോദ്യം ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നതോ എന്ന് അനലൈസ് ചെയ്യുക. ചിലപ്പോൾ ഫോർമുല അറിയാഞ്ഞിട്ടാവാം, ചിലപ്പോൾ ഫോർമുലയൊക്കെ അറിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പവറൊക്കെ മാറിപ്പോയിട്ട് അങ്ങനെ ആവാം. ഫൈനലി കാൽക്കുലേഷൻസിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാവാം. യു മസ്റ്റ് ഐഡൻറ്റിഫൈ വേർ യുവർ പ്രോബ്ലം ഈസ്. അതിനനുസരിച്ച് നമ്മളവിടെ ഒരു എക്സ്ട്രാ ഇൻപുട്ട് കൊടുത്ത് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയാൽ പെർഫെക്റ്റായി കേട്ടോ. പറയാനൊക്കെ എളുപ്പമാണ്, ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഹാസ് മോസ്റ്റ് പോളാർ ബോണ്ട്? ഏറ്റവും പോളാർ ആയിട്ടുള്ളത്. ഇത് നോൺ പോളാർ ആണ്. ദിസ് ഈസ് നോൺ പോളാർ അല്ലേ. ഇത് നോൺ പോളാർ ആണ്. അപ്പോൾ അയാളെ വിട്ടു. HCl പോളാർ ആണ്. ഇത് പോളാർ ആണ്. ദിസ് ഈസ് പോളാർ. PCl3 പോളാർ ആണ്. PCl3 പോളാർ ആണ്. N2 നോൺ പോളാർ ആണ്. HF പോളാർ ആണ്. അപ്പോൾ 3 പേരാണ് പോളാർ ആയിട്ടുള്ളത്. HCl, PCl3, HF. ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും HF ഈസ് ഹൈലി പോളാർ. ബിക്കോസ് എന്തുകൊണ്ടാ? ഇറ്റ്സ് ഹൈലി പോളാർ ദാറ്റ് ഇറ്റ് ഈസ് ഏബിൾ ടു മേക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ 3 പേരും പോളാറാണ്. പക്ഷെ അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ മാത്രം പൊളാരിറ്റി ഉള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, HF അല്ലേ. സോ ഇറ്റ് ഈസ് ഹൈലി പോളാർ കമ്പയർഡ് ടു ദി അതേഴ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഏബിൾ ടു ഫോം ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ, റൈറ്റ്. അപ്പോൾ അതിൽ വേറെ ഡൗട്ടിന് ഒരു പ്രസക്തിയില്ല. ഇറ്റ് ഈസ് HF. യെസ്. Which of the following molecule has a Lewis structure that does not obey octet rule? അപ്പോൾ ഈ ഒക്ടെറ്റ് റൂളിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പഞ്ചുണ്ട് എന്ന് മനസ്സിലായല്ലോ അല്ലേ. ഒക്ടെറ്റ് റൂളിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഒരു തള്ളൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും. ഓരോ ചാപ്റ്ററിലും എവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. Which of the following molecule has a Lewis structure that does not obey octet rule? Octet rule obey ചെയ്യാത്തത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പറയാൻ സാധിക്കണം, അല്ലെങ്കിൽ അറിയേണ്ടതാണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി. കാരണം അതൊരു ഓഡ് ഇലക്ട്രോൺ സിസ്റ്റമാണ്. NO എന്ന് പറയുന്നത് ഒരു ഓഡ് ഇലക്ട്രോൺ സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ലൈസ് ലൈക്ക് ദിസ്. N ഡബിൾ ബോണ്ട് O ഇങ്ങനെയാണ് വരും. ദിസ് ഈസ് എ ഓഡ് ഇലക്ട്രോൺ സിസ്റ്റം. NCERTയിൽ ആ സ്ട്രക്ചറൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. ദിസ് ബിലോങ് ടു ആൻ ഓഡ് ഇലക്ട്രോൺ സിസ്റ്റം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടെറ്റ് റൂളിൽ 3 പ്രധാനപ്പെട്ട തലക്കെട്ടുകളാണുള്ളത്. ഒന്ന് ഇൻകംപ്ലീറ്റ് ഒക്ടെറ്റ് എന്ന് പറയുന്ന BeF2, BCl3, AlCl3, BF3 ഇത്തരം മോളിക്യൂൾസിനെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം. 2 ഓഡ് ഇലക്ട്രോൺ സിസ്റ്റം എന്നും പറഞ്ഞ് N2O, NO, NO2 ഇവരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം അല്ലെ. പിന്നെ വരുന്നത്
NOയും NO2ഉം വളരെ പ്രധാനപ്പെട്ട രണ്ട് മോളിക്യൂൾസ് ആണ് അതിൽ കേട്ടോ. പിന്നെ വരുന്നത് എക്സ്പാൻഡഡ് ഒക്ടറ്റ്, PF5, PCl5, SF6, സൾഫ്യൂരിക് ആസിഡ്, ഇതുപോലെ എക്സ്പാൻഡഡ് ഒക്ടറ്റ് വരുന്ന ഒരു വിഭാഗം. ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും നല്ല ഒരു 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 ഉപാധി എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ പഠിക്കണം? വെറുതെ പഠിച്ചത് കൊണ്ടൊന്നും നമുക്ക് നല്ല റാങ്ക് ലഭിക്കാൻ സാധിക്കില്ല. നല്ല റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. എങ്ങനെ മനസ്സിലാക്കി പഠിക്കുക? പ്രൊഫഷണലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടാവണം. ഈ പ്രൊഫഷണൽ അപ്രോച്ച് എങ്ങനെ ലഭിക്കും? എങ്ങനെയാണ് ലഭിക്കുക? അതാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ നമുക്ക് പോയി കഴിയുന്ന സമയത്താണ് കൃത്യമായിട്ട് നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. പ്ലസ് നമ്മൾ ചിന്തിക്കണം, നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കണം. ഓരോ ചോദ്യങ്ങൾ തെറ്റുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ചോദ്യം എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയത് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കാനും അത് കറക്റ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. അത് കറക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല വിജയം നേടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. 10 gram of alcohol dissolved in 90 gram water. The percentage of alcohol in the solution is. Percentage of alcohol in the solution is. എളുപ്പല്ലേ മക്കളെ? 10 gram alcohol in 90 gram water എന്ന് പറഞ്ഞാൽ 10 gram alcohol in 10 plus 90 solution എന്ന് വെച്ചാൽ 10 gram in 100 gram solution, that is 10%. എഴുതാനൊന്നുമില്ല, ജസ്റ്റ് ചിന്തിച്ചാൽ മതി. 10 ഗ്രാം ആൽക്കഹോളും 90 ഗ്രാം വാട്ടറും എന്ന് വെച്ചാൽ 100 ഗ്രാം സൊല്യൂഷനിൽ 10 ഗ്രാം ആൽക്കഹോള് എത്ര പെർസെൻറ്റേജ്? 10%. അതിൽ ഒന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ 10 ഗ്രാം ആൽക്കഹോള് ടോട്ടല് 100. എങ്ങനെ 100? 10 ആൽക്കഹോളും 90 വാട്ടറും, ടോട്ടൽ 100. അപ്പോൾ 100ൽ 10%. റൈറ്റ്. Which of the following set of quantum numbers possible? Which of the following set of quantum numbers possible? Option A പോസിബിൾ ആണോ? n = 3 വന്നു കഴിഞ്ഞാൽ l = 2 ഓക്കെ ആണ്. പക്ഷേ ml-4 തെറ്റല്ലേ? ml എന്താ വരേണ്ടത്? m വരേണ്ടത് -L2 + L ആണ്. അപ്പോൾ ഈ m വാല്യൂ ഇവിടെ വരാവുന്നത് -2, -1, 0, +1, +2. -2 വരാം, -1 വരാം, 0 വരാം, +1 വരാം, +2 വരാം. അപ്പോൾ ഈ വന്നിരിക്കുന്നത് തെറ്റാണ് കിട്ടും. അടുത്തത് n = 2 വന്നാൽ l = 2 വരാൻ പാടില്ല. l = 0 to n-1 ആണ്. അപ്പോൾ ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരാം? 0 വരാം, 1 വരാം, 2 വരാൻ പാടില്ല. തെറ്റാണ്. അടുത്തത് ഇത് കണ്ടാൽ തന്നെ സെയിം റീസൺ, തെറ്റാണ്. ഇനി ഇവിടെ 3 വന്നു, 2 വന്നു, -2 വന്നു, +½ വന്നു. ഇത് ശരിയാണ്. ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈയിൽ എന്താ തെറ്റ്? 3 എന്ന് വരാൻ പാടില്ല. n = 3 വന്നു കഴിഞ്ഞാൽ l = എന്താ വരിക? 0 വരാം, 1 വരാം, 2 വരാം, അല്ലേ? ശരിയല്ലേ? n = 3 വന്നു കഴിഞ്ഞാൽ l = എന്ത് വരാം? l = 0 വരാം, l = 0 വരാം, l = 1 വരാം, l = 2 വരാം. യു ആർ ടോക്കിംഗ് അബൌട്ട് 3s വരാം, 3p, l = 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3s, l = 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3p, l = 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3d. ആൻഡ് l = 3 വന്നാൽ എന്താ പ്രശ്നം? l = 3 വന്നാൽ എന്താ പ്രശ്നം? 3f എന്ന് പറയേണ്ടി വരും. 3f എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. f സ്റ്റാർട്ട് ചെയ്യുന്നത് 4ലാണ്. ശരിയല്ലേ? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്, 3f ഇല്ല. f സ്റ്റാർട്ട് ചെയ്യുന്നത് 4ലാണ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലാവും. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ആൻഡ് യു ആർ ടോക്കിംഗ് അബൌട്ട് 3d ഓർബിറ്റൽ. 3d ഓർബിറ്റലിനെ കുറിച്ചാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പലേഡിയം. ഒരുപക്ഷെ പലേഡിയം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സാധനമാണ്. പലേഡിയം D10 വരുന്ന ഒരാളാണ്, അല്ലേ? D10 S0 എന്ന് വരുന്ന ഒരാളാണ് പലേഡിയം.
D10S0 എന്ന് വരുന്ന ഒരാളാണ്. D10S0, D8 അല്ല, D9 അല്ല, D10S0. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. പലേഡിയം ഒരു പ്രത്യേകം ഓർത്തിരിക്കേണ്ട ആൾ തന്നെയാണ്. പലേഡിയം പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു കോൺഫിഗറേഷൻ തന്നെയാണ്. D10S0 എന്നാണ് പലേഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ. ഒരു പ്രത്യേകം എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഓർത്തിരിക്കേണ്ടതാണ്. ക്രോമിയം പോലെ, കോപ്പർ പോലെ ഓർത്തിരിക്കേണ്ട ഒരു കോൺഫിഗറേഷനാണ് പലേഡിയം, അല്ലേ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 4D10 5S0. വേറെ കൺഫ്യൂസിംഗ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ എന്ന് ചോദിച്ചിരിക്കുന്നു. NH4+ സ്ട്രക്ചർ എന്താ? NH4 ഈസ് ടെട്രാഹീഡ്രൽ, അല്ലേ? NH4 ഈസ് sp3 hybridization. It is tetrahedral geometry കേട്ടോ. This is NH4+ tetrahedral. And the answer is XeF4. XeF4 ആണ് ആൻസർ. And that is square planar. This is sp3 hybridized tetrahedral. XeF4 ഇങ്ങനെയാണ്, അല്ലേ? XeF4, it is square planar geometry. It is square planar geometry like this. That is sp3 D2 hybridization, and it is square planar geometry, and the molecule is AB4E2 type, അല്ലേ? AB4E2 type ആണ് കേട്ടോ. What about CCl4? CCl4 is sp3 and tetrahedral. SiCl4 same sp3 tetrahedral. CH4 same sp3 tetrahedral. ഓക്കെ, അപ്പോൾ എല്ലാവരും sp3 tetrahedral ആണ്, എക്സെപ്റ്റ് ഓപ്ഷൻ ബി, വിച്ച് ഈസ് sp3D2 ആൻഡ് സ്ക്വയർ പ്ലാനാർ. 2 ലോൺ പെയർ വരും. ഓക്കെ, ഫൈൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് എന്ന് ചോദിക്കുന്നു. പാരാമാഗ്നറ്റിക്, യാതൊരു സംശയവുമില്ലാതെ ആദ്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയാണ് O2 പാരാമാഗ്നറ്റിക്. കാരണം MO തിയറി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് O2 എന്ന് പറയുന്നത്, അല്ലേ? എങ്ങനെയാണ് O2വിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്? O2വിൻ്റെ കോൺഫിഗറേഷൻ 8 8 16 ഇലക്ട്രോൺ, ഓർമ്മയില്ലേ? σ1s2, σ*1s2, σ2s2, σ*2s2, അത് കഴിഞ്ഞാൽ σ2pz2, π2px2 ഈക്വൽ ടു π2py2, ആൻഡ് അടുത്തത് അവിടെയാണ് വരുന്നത് π*2px1 ഈക്വൽ ടു π*2px1 ഈക്വൽ ടു π*2py1. ഇവിടെയാണ് പാരാമാഗ്നറ്റിസം നമ്മൾ വിശദീകരിക്കുന്നത്, അല്ലേ? ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണ് എന്ന് വർഷങ്ങൾക്ക് മുൻപേ പണ്ട് മുതലേ നമ്മൾ അറിയുന്ന കാര്യമാണ്. കെമിസ്ട്രിയുടെ പുതിയ തിയറി, MO തിയറിയൊക്കെ വരുന്നതിന് എത്രയോ കാലം മുൻപ് തന്നെ O2 പാരാമാഗ്നറ്റിക് ആണ് എന്ന് നമുക്കറിയാം. ബട്ട് വി വർ അൺഎബിൾ ടു ജസ്റ്റിഫൈ ഹൗ O2 ഈസ് പാരാമാഗ്നറ്റിക്. ലിക്വിഡ് ഓക്സിജൻ 2 മാഗ്നറ്റൈസ്ഡ് ഡിസ്കിൻ്റെ ഇടയിലേക്ക് പോർ ചെയ്ത് കൊടുത്താൽ അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന പരീക്ഷണങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതെങ്ങനെ അത് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാനുള്ള ഒരു തിയറി നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അൺലെസ് വി get introduced to MO theory. MO theory was successful justifying O2 as paramagnetic substance. ശ്രദ്ധിക്കേണ്ട വിഷയം, O2വിൽ 8 8 16 ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് വെച്ച് പറയായിരുന്നു. ഇത് ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്, നോൺ മെറ്റൽ ആണ്. അതെങ്ങനെ അതിന് പാരാമാഗ്നറ്റിസം വന്നു എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിച്ച തിയറിയാണ് MO തിയറി എന്ന് പറയുന്നത്. MO തിയറിയിൽ 8 8 16 ഇലക്ട്രോൺസ് 2 4 6 8 10 12 14 15 16 ഈ വരുന്ന സിംഗിൾ ഇലക്ട്രോൺസ് വെച്ച് പറയുന്നു ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ, അല്ലേ? ഇതിൽ MO തിയറിയിൽ ഓക്സിജനും അതിൻ്റെ മുകളിലുള്ള ആൾക്കാരും നൈട്രജനും അതിൻ്റെ താഴെ വരുന്ന ആൾക്കാരും വരുന്ന കോൺഫിഗറേഷൻ എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്.
അത് മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് നോക്കുക. ആൻഡ് യു നോ ദ ഡിഫറൻസ് ഈസ് കമ്മിങ് ഓവർ ഹിയർ. ഇയാൾ ഇപ്പുറത്തും ഈ രണ്ടെണ്ണം ഇപ്പുറത്തും വരും, നൈട്രജൻ ആൻഡ് സിമ്പിൾ സ്പീഷീസ് ആണ് എങ്കിൽ. അതാണ് നിങ്ങൾ C2-ന് നോക്കേണ്ടത്. ഇവിടെയൊക്കെ ഒരു C2-നും N2-നും നോക്കേണ്ടത് ആ കോൺഫിഗറേഷൻ ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഈ രണ്ടെണ്ണം ഇപ്പുറത്തും ഇത് അപ്പുറത്തോട്ടും വരും. അതേസമയം F2-ന് നിങ്ങൾ നോക്കേണ്ടത് ഇതേ കോൺഫിഗറേഷൻ ആണ്. F2-ന് ചെക്ക് ചെയ്യേണ്ട കോൺഫിഗറേഷൻ സെയിം തന്നെയാണ്. അപ്പോൾ ഓക്സിജൻ പ്ലസ് O2, O2 പ്ലസ്, O2 2 പ്ലസ്, O2 മൈനസ്, O2 2 മൈനസ്, N2 പ്ലസ്, N2 2 പ്ലസ്, N2 മൈനസ്, N2 2 മൈനസ്, C2 മൈനസ്, C2 2 മൈനസ്, അങ്ങനെ എല്ലാം F2, B2 പരമാവധി മോളിക്യൂൾസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം MO തിയറിയിൽ നിന്ന് ഇതുപോലെ നമ്മൾ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കണം കേട്ടോ. എനിവേ ദി ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ A, O2. അടുത്തത് 260 gram aqueous solution contains 60 gram urea. Molality of the solution. Molality of the solution. What is molality? What is molality? Molality is moles of solute in 1 kilogram. അതായത് 1000 gram of solvent. 1 കിലോഗ്രാം സോൾവെന്റിന്റെ കൂടെ വരുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാലിറ്റി എന്ന് പറയുക കേട്ടോ. ഇവിടെ 60 ഗ്രാം യൂറിയ, 60 ഗ്രാം യൂറിയ എന്ന് വെച്ചാൽ 1 മോളാണ്. സോ 1 മോൾ യൂറിയ ഈസ് പ്രസന്റ് ഇൻ 260 gram solution. That means 1 mole urea present in 200 gram solvent. അതെങ്ങനെയാ സാറേ? സൊല്യൂഷന്റെ ഭാരം 260 അല്ലേ? അതിൽ യൂറിയയുടെ ഭാരം 60. അപ്പൊ വാട്ടറിന്റെ ഭാരം എത്രയാ? സൊല്യൂഷന്റെ ഭാരം 260, അതിൽ യൂറിയയുടെ ഭാരം 60. അപ്പൊ വാട്ടറിന്റെ ഭാരം എത്രയാ? 200. അപ്പോ 1 മോൾ യൂറിയ വിത്ത് 200 gram solvent. So how many mole urea with 1000 gram solvent? ഇതിന്റെ 5 മടങ്ങാണിത്. അപ്പോൾ ഇതിന്റെ 5 മടങ്ങ്, 1 മോളിന്റെ 5 മടങ്ങ്, 5 moles. ഓപ്ഷൻ D is the correct answer. ഓപ്ഷൻ D is the correct answer. ശരിയല്ലേ? ഒരിക്കൽ കൂടെ പറയാം. മൊളാലിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം സോൾവെന്റ്. അപ്പോൾ 1 കിലോ സോൾവെന്റിൽ വരുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് മൊളാലിറ്റി എന്ന് പറയാം. ഇവിടെ 60 ഗ്രാം യൂറിയ, 60 ഗ്രാം യൂറിയ എന്ന് പറഞ്ഞാൽ 1 മോൾ യൂറിയ. 1 മോൾ യൂറിയ ഇൻ 260 ഗ്രാം സൊല്യൂഷൻ. അപ്പോൾ സോൾവെന്റ് എത്രയാണ്? 200 ഗ്രാം സോൾവെന്റ്. എന്തുകൊണ്ട്? 60 ഗ്രാം യൂറിയയും 200 ഗ്രാം വാട്ടറും കൂടെ ചേരുമ്പോഴാണ് 260 ഗ്രാം സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ സൊല്യൂഷന്റെ ഭാരം 260, സൊല്യൂട്ടിന്റെ ഭാരം 60, അപ്പോൾ സോൾവെന്റിന്റെ ഭാരം 200. അപ്പോൾ 1 മോൾ യൂറിയ ഇൻ 200 ഗ്രാം സോൾവെന്റ്. ദെൻ ഹൗ മെനി യൂറിയ ഇൻ 1000 ഗ്രാം സോൾവെന്റ്? ഇതിന്റെ 5 ഇരട്ടിയാണ് ഇത്. അപ്പോൾ അവിടെയും 5 ഇരട്ടി വരും, 5 എന്ന് വരും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. Which of the following pair exhibit diagonal relationship? Diagonal relationship. നോക്കാനേ ഇല്ലല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ ലിത്തിയം മെഗ്നീഷ്യം, ബെറിലിയം, അലുമിനിയം, ബോറോൺ, സിലിക്കൺ. അങ്ങനെയല്ലേ? 3 പെയറുകളാണ് നമ്മൾ ഡയഗണൽ സിമിലാരിറ്റി പറയാൻ ഉപയോഗിക്കുന്നത്. ലിത്തിയം മെഗ്നീഷ്യം, ഡയഗണലി ലയിങ് ലിത്തിയം മെഗ്നീഷ്യം, ബെറിലിയം അലുമിനിയം, ബോറോൺ സിലിക്കൺ. 3 പെയറാണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ. കോമ്പിനേഷൻ ഒന്നും അല്ലല്ലോ, ഇല്ല. അടുത്ത ചോദ്യം. ദ മോളിക്യൂൾ വിച്ച് ഹാസ് സീസോ സ്ട്രക്ചർ. അമോണിയ പിരമിഡൽ സ്ട്രക്ചർ ആണ് അല്ലേ? അമോണിയ, ഇറ്റ് ഈസ് ട്രൈഗണൽ പിരമിഡൽ സ്ട്രക്ചർ. ദിസ് ഈസ് അമോണിയ, ട്രൈഗണൽ പിരമിഡൽ സ്ട്രക്ചർ. SF4 is the answer. SF4 ആണ് ഉത്തരം. കിട്ടും. It is seesaw in shape. SF4 undergo
sp3 dehybridization, the molecule shape will be like this and is called a seesaw shape. എന്തുകൊണ്ടാ സീസോ എന്ന് വിളിക്കുന്നത് അറിയാലോ അല്ലേ? എന്തുകൊണ്ടാ സീസോ എന്ന് വിളിക്കുന്നത്? It seems to be a seesaw. You see, it seems to be a seesaw. It seems to be like a seesaw. അതുകൊണ്ടാണ് സീസോ എന്ന് വിളിക്കുന്നത് കേട്ടോ. സീസോ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. It seems to be like seesaw. So this is trigonal pyramidal. This is trigonal pyramidal. This is seesaw shape. Seesaw shape. And here sp3 hybridization, trigonal pyramidal. Trigonal pyramidal. This is sp3 dehybridization, seesaw shape. CCl4 sp3 tetrahedral. sp3 tetrahedral. SiCl4 same, sp3 tetrahedral. What about BrF5? 7 5 12 sp3d ആണ് കേട്ടോ. BrF5 sp3 dehybridization ആണ്. It is octahedral geometry, but the shape is square pyramidal. കാരണം ഒരു ലോൺ പെയർ ആണ്. It is sp3 d2 hybridization and square pyramidal. Square pyramidal geometry ആണ് കേട്ടോ. സ്ക്വയർ pyramidal geometry ആണ്. അത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതെങ്ങനെ വരും? സ്ക്വയർ pyramidal. ഇങ്ങനെ ഒരു സ്ക്വയർ, ഇങ്ങനെ ഒരു pyramidal. സ്ക്വയർ pyramidal geometry. റൈറ്റ്? യെസ്. അടുത്ത ചോദ്യം. The quantum number which determines the shape of the subshell is principal quantum number determining the energy and size of the shells. Magnetic quantum number talking about orientation of orbitals. Azimuthal quantum number, അതാണ് ഉത്തരം. This is talking about shape of the orbitals. അല്ലേ? Shape of the orbitalനെ കുറിച്ച് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അതായത് സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന സംഗതിയാണ് അല്ലേ? ഷേപ്പ് ഓഫ് ദി ഓർബിറ്റലിനെ കുറിച്ച് പറയുന്നത് L=0 എന്ന് പറയുമ്പോൾ S സബ്ഷെല്ല് വിച്ച് ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്, L=1 എന്ന് പറയുമ്പോൾ P സബ്ഷെല്ല് ദാറ്റ് ഈസ് P സബ്ഷെല്ല് വരുന്നത് ഡംബൽ ഷേപ്ഡ് ആയിരിക്കും. L=2 എന്ന് പറയുമ്പോൾ D സബ്ഷെല്ല് ഡബിൾ ഡംബൽ ഷേപ്പ് ആയിരിക്കും. And of course it becomes more and more complex as we move from S to P to D to F to G, so on. Right? Yes. Yes. So it's option C. Azimuthal quantum number, angular momentum quantum number, azimuthal quantum number, subsidiary quantum number. Right. അടുത്തത്, the molarity of sodium hydroxide in the solution prepared by dissolving 6 gram in 600 ml of water is 6 gram in 600 ml of water is. molarity പറയണം കേട്ടോ. molarity എന്ന് വെച്ച് കഴിഞ്ഞാൽ molarity means mole per liter. molarity means moles per liter. moles per liter. ഇപ്പൊ തന്നിരിക്കുന്നത് 6 gram in 600 ml. 6 gram എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റുക. 6/40 moles in 600 ml. So how many moles in 1000 ml? That is 1 liter. എന്ത് കിട്ടും മക്കളെ? എന്താടാ കിട്ടുക? It will be 6 into 1000 divided by 40/600. അപ്പോൾ കഴിഞ്ഞില്ലേ? ഇത് 6000, ഈ 0 ഉൾപ്പെടെ 6000 കട്ട് ചെയ്തു. സോ യു ഗെറ്റ് 1/4 0.25 എന്ന് കിട്ടും അല്ലേ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 0.25 എന്ന് കിട്ടും. നോക്കൂ മൊളാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ പെർ ലിറ്റർ. തന്നിരിക്കുന്നത് 6 gram in 600 ml. 6 ഗ്രാമിനെ മോൾസിലേക്ക് മാറ്റുക. 6/40. 40 is the molar mass. 6/40 mole in 600 ml. So how many mole in 1000 ml? That is 1 liter. വർക്കൗട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്.
1/4 എന്ന ആൻസർ കിട്ടും. 1/4 എന്ന് വെച്ചാൽ 0.25 അല്ലേ? റൈറ്റ്. അടുത്തത്, the volume of ethanol required to prepare 3 liter of 0.25 molar aqueous solution, density given 0.36 kilogram per liter, molar mass 60. Molar mass 60. So volume of ethanol needed to prepare 3 liter 0.25 molar. So volume കാണാൻ ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഡെൻസിറ്റി is equal to mass by volume. Volume is equal to mass by density. അപ്പോൾ ആദ്യം നമുക്ക് മാസ് കണ്ടുപിടിക്കാം. മാസ് കണ്ടുപിടിക്കാൻ ആദ്യം മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് is equal to molarity into volume in liter. Molarity 0.25 into volume in liter 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4. 0.25 എന്ന് വെച്ചാൽ 1/4 ആണ്. സോ 1/4 into 3, 3/4 മോൾസ് ആണ് കേട്ടോ. 3/4 മോൾസ്. നമുക്കതിനെ മാസിലേക്ക് മാറ്റാം. സോ മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് എന്ന് വെച്ചാൽ 3/4 into 60 ഗ്രാം എന്ന് കിട്ടും. അവിടെ ഡെൻസിറ്റി കിലോഗ്രാം പെർ ലിറ്ററിലാണ്. നമുക്കിതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാം. 3 into 60 into 10⁻³ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അത്രയും കിലോഗ്രാം ആയി അല്ലേ? ഇനി ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ മക്കളെ? നോക്കടാം. V is equal to 3 into 60 into 10⁻³ divided by 4 into 0.36 അല്ലേ? 0.36. ഈ 0.36നെ നമുക്ക് 36 into 10⁻² എന്ന് എഴുതാം. ഇത് കട്ട് ചെയ്യുമ്പോൾ 10⁻² വരും. അത് രണ്ടും ഇവിടെ ക്യാൻസലായി പോകും. പിന്നെ 6ഉം 6ഉം 6 36, 6 3ഉം 6ഉം 2. അപ്പോൾ ഡിനോമിനേറ്റർ ബാക്കി എല്ലാം പോയി കേട്ടോ. ഡിനോമിനേറ്ററിൽ 1/4ഉം 2ഉം. സോ 1/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.125 ലിറ്റർ. അതാണ് ഉത്തരം കിട്ടും. 0.125 ലിറ്റർ. നമുക്ക് ആൻസർ വേണ്ടത് മില്ലി ലിറ്ററിലാണ്. 0.125 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 125 മില്ലി ലിറ്റർ. ഓപ്ഷൻ എ. 125 മില്ലി ലിറ്റർ. ഓപ്ഷൻ എ. ഐ റിപ്പീറ്റ്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് വോള്യൂം കാണണം. വോള്യൂം ഇസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ മാസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് കാണാം. മൊളാരിറ്റി ഇൻറ്റു വോള്യൂം ഇൻ ലിറ്റർ. അത് കിട്ടിക്കഴിഞ്ഞാൽ മാസ് കിട്ടും ഇൻറ്റു മോളാർ മാസ്. അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇതിനെ ഗ്രാം പെർ ലിറ്ററിലേക്ക് മാറ്റുക. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. റിസൾട്ട് വിൽ ബി സെയിം. അത് കിട്ടിക്കഴിഞ്ഞാൽ വോള്യൂമിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഫൈൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് അബൌട്ട് ബോർ മോഡൽ ഓഫ് ആറ്റം? ബോർ മോഡലിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഫെയിൽ ടു അക്കൗണ്ട് ഫൈനർ ഡീറ്റെയിൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റോമിക് സ്പെക്ട്ര. ഇത് കറക്റ്റാണ് കേട്ടോ. ഇത് കറക്റ്റാണ്. NCERT വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അണേബിൾ ടു എക്സ്പ്ലെയിൻ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സീമൻ ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്റ്റാർക്ക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സെന്റൻസുകളാണ്. ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. അത് പറയുന്ന പ്രധാനപ്പെട്ട തിയറിയാണ് ബോർ മോഡൽ. ബോർ മോഡലിലാണ് ക്വാണ്ടൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എബിലിറ്റി ഓഫ് ആറ്റം ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോണ്ട്. ദാറ്റ് ഈസ് ദി ആൻസർ. ഇറ്റ് ഈസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ. ബോർ മോഡൽ ഓഫ് ആറ്റം അണേബിൾ ടു എക്സ്പ്ലെയിൻ എബിലിറ്റി ഓഫ് ബോണ്ട് ഫോർമേഷൻ ബൈ ആറ്റംസ്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതാണ് ഉത്തരം കിട്ടും. അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതും കറക്റ്റാണ്. ഇത് സീമൻ ഇഫക്റ്റ് എന്ന് പറയും, സ്റ്റാർക്ക് എഫക്റ്റ് എന്ന്. സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ബോർ മോഡലിന്റെ ഒരു പോരായ്മ തന്നെയാണ് അല്ലേ? യെസ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഫൈൻ. അടുത്തത്, ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഫോളോയിങ് എലമെന്റ്സ്. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഹയ്യസ്റ്റ് ആർക്കാ വരിക? ഹയ്യസ്റ്റ് വരുന്നത് നൈട്രജൻ ആണ് വരേണ്ടത് കേട്ടോ. ഹയ്യസ്റ്റ് വരേണ്ടത് നൈട്രജൻ ആണ്. നൈട്രജൻ, ഓക്സിജനേക്കാളും ഹൈ ആണ് നൈട്രജൻ. പഠിച്ചത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നൈട്രജന്റെ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നൈട്രജൻ
P3 configuration ആണ്. Due to P3 configuration, it has got a extra stability. അതിൻ്റെ അയണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. റൈറ്റ്. രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ ആണ്. പക്ഷേ കാര്യമില്ല. മൂന്നാം സ്ഥാനത്ത് കാർബൺ ആണോ ബെർലിയം ആണോ? എന്താ സംശയം? കാർബൺ. ബിക്കോസ് ബെർലിയം ഈസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഇറ്റ്സ് ഓപ്ഷൻ എ. നൈട്രജൻ മാക്സിമം, പിന്നെ ഓക്സിജൻ, അത് കഴിഞ്ഞ് കാർബൺ, അത് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ബെറിലിയം വരിക അല്ലേ? ഓപ്ഷൻ എ. ഫൈൻ. അടുത്ത ചോദ്യം, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമ്മുടെ ഈ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ദ വാലൻസ് ഇലക്ട്രോൺ MO കോൺഫിഗറേഷൻ C2ൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരണം? C2 അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ 6ഉം 6ഉം 12 ഇലക്ട്രോൺ ഉണ്ടാവും. ഇറ്റ് ഈസ് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px, പൈ 2py, സിഗ്മ 2pz. ഇങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ പോകുന്നത്. നൈട്രജൻ്റെ കോൺഫിഗറേഷൻ മോഡലാണ് അല്ലേ? 12 ഇലക്ട്രോൺ, 2, 4, 6, 8, 10, 12. ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റൈറ്റ്. അപ്പോൾ സിഗ്മ 1s ഇത് രണ്ടിനെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇന്നർ ആണെന്ന് വിചാരിക്കാം. ഔട്ടർ സിഗ്മ 2s2, സിഗ്മ 2s2 എ തെറ്റാണ്. സിഗ്മ 2s2 ബി ഓക്കെ ആണ്. സിഗ്മ സ്റ്റാർ 2s2 ബി ഓക്കെ ആണ്. പൈ 2pയിൽ 4 എണ്ണം, പൈ 2pയിൽ 4 എണ്ണം. ആൻസർ ഈസ് ഓപ്ഷൻ ബി അല്ലേ മക്കളെ? നോക്കടാ, ഒന്നുകൂടെ ചെക്ക് ചെയ്യേ. സിഗ്മ 2sൽ 2 എണ്ണം, സിഗ്മ 2sൽ 2 എണ്ണം, സിഗ്മ സ്റ്റാറിൽ 2 എണ്ണം, പൈ 2pയിൽ 4 എണ്ണം, പൈ 2pയിൽ 4 എണ്ണം. ഇതിൽ ഇവിടെ തെറ്റാ, ഇവിടെ തെറ്റാണ്, ഇവിടെ തെറ്റാണ്, പിന്നെ ഇത് ഇവിടെ തെറ്റാണ്, ഇവിടെയും തെറ്റാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. റൈറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് യൂണിറ്റ്. നമ്മളിവിടെ യൂണിറ്റ് 1 എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു. ആദ്യത്തെ 4 ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. റൈറ്റ്. ആ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ ആ ചാപ്റ്റർ ഏതൊക്കെ ഭാഗമാണ് കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മോഡലിലുള്ള ചോദ്യങ്ങൾ ധാരാളം പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും പ്രത്യേകം ഓർക്കണം. വിൽ മീറ്റ് വിത്ത് അനദർ കണ്ടന്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ, സീ യു, ടേക്ക് കെയർ.